വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസ്സസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് 8th ചാപ്റ്റർ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡൻറ്റിറ്റീസിലെ എക്സസൈസ് 8.4 ക്വസ്റ്റ്യൻ നമ്പർ 3 3rd, 4th and 5th ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. മിസ്സിൻ്റെ ചാനൽ 50K അടുത്തടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പം മിസ്സിന് അതാകാനായിട്ട് പറ്റും. സോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ നമ്മളെടുത്ത് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മളെടുത്ത് സിംപ്ലിഫൈ ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ടി പ്ലസ് എസ് സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ മൈനസ് എസ്. എങ്ങനെ ചെയ്യും നമ്മൾ? ആദ്യം നമ്മൾ ഈ ഒരു ടി കൊണ്ട് നമ്മുടേതായി സെക്കൻഡ് ബ്രാക്കറ്റിലുള്ള ടേംസിനെ ഇൻറ്റു ചെയ്യണം. അതായത് ടി ഇൻറ്റു ടി സ്ക്വയർ മൈനസ് എസ്. ബാലൻസ് ഇവിടെ എന്താ ഉള്ളത്? പ്ലസ് എസ് സ്ക്വയർ ആണ് ബാലൻസ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ബ്രാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യണം. അതായത് ടി സ്ക്വയർ മൈനസ് എസ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടുള്ളത്? ഈ ടി കൊണ്ട് നമ്മൾ ടി സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ടി ഇൻറ്റു ടി സ്ക്വയർ, ഇവിടുത്തെ സൈൻ എന്താണ്? മൈനസ്. ഇതേ ടി കൊണ്ട് ആരെയും മൾട്ടിപ്ലൈ ചെയ്യണം? എസ്സിന്. അപ്പോൾ ടി ഇൻറ്റു എസ്, ദെൻ ഇവിടുത്തെ സൈൻ പ്ലസ്. ഇനി എസ് സ്ക്വയർ കൊണ്ട് നമ്മൾ ആരെ മൾട്ടിപ്ലൈ ചെയ്യണം? ടി സ്ക്വയറിനെ. എസ് സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ, ഇവിടുത്തെ സൈൻ എന്താണ്? മൈനസ്. ഇനി ഇതേ എസ് സ്ക്വയർ കൊണ്ട് നമ്മൾ ആരെ മൾട്ടിപ്ലൈ ചെയ്യണം? എസ്സിന്. കണ്ടോ? അതായത് ഔട്ട്സൈഡുള്ള ടി കൊണ്ട് ഈ ബ്രാക്കറ്റിനകത്തുള്ള രണ്ട് ടേമിനെയും നമ്മൾ ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ടി ഇൻറ്റു ടി സ്ക്വയർ മൈനസ്, കണ്ടോ, ടി ഇൻറ്റു എസ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തത്. ക്ലിയർ? ഇനി ടി ഇൻറ്റു ടി സ്ക്വയർ സെയിം വേരിയബിൾ ആണ്. അപ്പോൾ അതെടുത്ത് എഴുതിയിട്ട് അതിൻ്റെ പവർ റൂമിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ആരുണ്ട്? 1 ഉണ്ട്. സോ 2 + 1 എത്രയാണ്? 3. മൈനസ് ടി ഇൻറ്റു എസ്, എന്താണ് നമുക്ക് കിട്ടുന്നത്? ടി എസ് പ്ലസ് എസ് സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ. വല്ലതും ചെയ്യാൻ പറ്റുമോ നമുക്ക്? കാരണം ഡിഫറെൻറ്റ് വേരിയബിൾ ആണ്. അപ്പോൾ പവർ റൂമിൽ ആഡ് ചെയ്യാനൊന്നും പറ്റൂല. അപ്പോൾ അതേപടി എടുത്ത് എഴുതാനേ പറ്റും. മൈനസ് ഇവിടെ സെയിം വേരിയബിൾ ആണ്. സോ വേരിയബിൾ എഴുതിയിട്ട് പവർ റൂമിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മണ്ടയിൽ ഒന്നും ഇല്ലെങ്കിൽ 1. സോ 2 + 1 എത്രയാണ്? 3. സോ അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? ടി ക്യൂബ് മൈനസ് ടി എസ് പ്ലസ് എസ് സ്ക്വയർ ടി സ്ക്വയർ മൈനസ് എസ് ക്യൂബ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എ പ്ലസ് ബി ഇൻറ്റു സി മൈനസ് ഡി പ്ലസ് എ മൈനസ് ബി ഇൻറ്റു സി പ്ലസ് ഡി പ്ലസ് 2 ഇൻറ്റു എ സി പ്ലസ് ബി ഡി. എങ്ങനെ ചെയ്യേണ്ട മക്കൾസേ? എ കൊണ്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ എ കൊണ്ട് നമ്മൾ ഈ സെക്കൻഡ് ബ്രാക്കറ്റായ സി മൈനസ് ഡീനെ കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, പിന്നെ ഇവിടെ ബാലൻസ് എന്തുണ്ട്? പ്ലസ് ബി. ആ ബി കൊണ്ട് നമ്മൾ സെക്കൻഡ് ബ്രാക്കറ്റ് സി മൈനസ് ഡീനെ ഇൻറ്റു ചെയ്യണം. പ്ലസ് അതേപോലെ ഇവിടെ എ കൊണ്ട് നമ്മൾ ആരെ ഇൻറ്റു ചെയ്യണം? സെക്കൻഡ് ബ്രാക്കറ്റായ സി പ്ലസ് ഡീന്. ഇനി ഇവിടെ ബാലൻസ് എന്താ ഉള്ളത്? മൈനസ് ബി. അപ്പോൾ ഈ ബി കൊണ്ട് നമ്മുടെ സെക്കൻഡ് ബ്രാക്കറ്റായ സി പ്ലസ് ഡീനെ ഇൻറ്റു ചെയ്യണം. പ്ലസ് ഇനി ഈ 2 കൊണ്ട് ആരെ ഇൻറ്റു ചെയ്യണം? നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ഈ രണ്ട് ടേമിനെയും ഇൻറ്റു ചെയ്യണം. അതായത് 2 കൊണ്ട് എ സിനെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു എ സി പ്ലസ് എന്ത് ചെയ്യണം? പ്ലസ് സൈൻ എവിടെ നിന്നാണ് വന്നത്? ഈ പ്ലസ് സൈനാണ് മിസ് ഇവിടെ ഇട്ടത്. ഇതേ 2 കൊണ്ട് നമ്മൾ ബി ഡിനെ ഇൻറ്റു ചെയ്യണം. അപ്പം നമുക്ക് എഴുതാം 2 ഇൻറ്റു ബി ഡി. ഓക്കെ, അപ്പം ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടുള്ളത്? ഈ ഔട്ട്സൈഡുള്ള എ കൊണ്ട് നമ്മൾ സീനെ ഇൻറ്റു ചെയ്യണം അല്ലേ? അതേപോലെ തന്നെ എ കൊണ്ട് ആരെ ഇൻറ്റു ചെയ്യണം? ഡീനെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതാം എ ഇൻറ്റു സി, ദെൻ ഇവിടുത്തെ മൈനസ് സൈൻ, ദെൻ എ ഇൻറ്റു ഡി പ്ലസ്. ഇനി അടുത്തത് ഇവരുടെ കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ ഓരോ സെക്ഷനും വേണം നമ്മൾ നോക്കാനായിട്ട്. അതായത് ബി കൊണ്ട് നമ്മൾ സീനെ ഇൻറ്റു ചെയ്യണം, ബി കൊണ്ട് നമ്മൾ ഡീനെയും ഇൻറ്റു ചെയ്യണം. അപ്പോൾ ബി ഇൻറ്റു സി, സൈൻ ഡി നടുക്ക് കിടക്കുന്നതാണ് കൊടുക്കാൻ, ദെൻ ബി ഇൻറ്റു ഡി. ഓക്കെ, പ്ലസ് അതേപോലെ അടുത്തതും എ കൊണ്ട് നമ്മൾ സീനെ ഇൻറ്റു ചെയ്യണം, ഡീനെ ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പോൾ എ ഇൻറ്റു സി, സൈൻ ഏതാണ്? നടുക്ക് കിടക്കുന്ന പ്ലസ് സൈൻ. ഇനി നമ്മൾ വീണ്ടും എ കൊണ്ട് ഡീനെ ഇൻറ്റു ചെയ്യണം, എ ഇൻറ്റു ഡി മൈനസ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നെഗറ്റീവ് സൈൻ കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ബ്രാക്കറ്റ് ഇടാൻ ഓർമ്മ വെച്ചോണം, ഇല്ലെങ്കിൽ സൈനിൻ്റെ കാര്യത്തിൽ തെറ്റിപ്പോവും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബി കൊണ്ട് സീനെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ ബി ഇൻറ്റു സി, ദെൻ ഇവിടുത്തെ സൈൻ പ്ലസ്. ഇനി ഇതേ ബി കൊണ്ട് ആരെ ഇൻറ്റു ചെയ്യണം? ഡീനെയും ഇൻറ്റു ചെയ്യണം. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇനി ബാലൻസ് ഇവിടെ എന്താ ഉള്ളത്? പ്ലസ് 2 ഇൻറ്റു എ സി എന്താണ്? 2 എ സി. ദെൻ ഇവിടെ എന്താ ഉള്ളത്? പ്ലസ് 2 ഇൻറ്റു ബി ഡി എന്താണ്? 2 ബി ഡി. ഓക്കെ,
ഇനി എ ഇൻറ്റു സി എന്ന് വെച്ചാൽ എ സി മൈനസ് എ ഇൻറ്റു ഡി എന്ന് വെച്ചാൽ എ ഡി പ്ലസ് ബി ഇൻറ്റു സി എന്ന് വെച്ചാൽ ബി സി മൈനസ് ബി ഇൻറ്റു ഡി എന്ന് വെച്ചാൽ ബി ഡി പ്ലസ് എ ഇൻറ്റു സി എന്ന് വെച്ചാൽ എ സി പ്ലസ് എ ഇൻറ്റു ഡി എന്ന് വെച്ചാൽ എ ഡി 10. ബ്രാക്കറ്റ് കളയണ്ടേ? അപ്പോൾ അതെങ്ങനെ കളയും? അയ്യോ, അടുത്ത പേപ്പറിനകത്തോട്ടായിപ്പോയി. ഓക്കെ, ഇനി ബ്രാക്കറ്റ് എങ്ങനെയാണ് കളയുന്നത്? നമ്മൾ ഇതിൻ്റെ അകത്തുള്ള സൈനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഓക്കെ, ഇവിടെ ബി ഇൻറ്റു സിക്ക് ഒരു സൈൻ ഉണ്ടല്ലോ. എന്ത് സൈനാണ്? പ്ലസ്. അപ്പോൾ മൈനസ് ഇൻറ്റു പ്ലസ് എന്ത് വരും നമുക്ക്? മൈനസ്. ബി ഇൻറ്റു സി എന്താണ്? ബി സി. ഇനി വീണ്ടും നമ്മൾ ഈ മൈനസ് സൈനും ഈ പ്ലസ് സൈനും കൂടി ഇൻറ്റു ചെയ്യണം. അപ്പോൾ മൈനസ് ഇൻറ്റു പ്ലസ് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? മൈനസ്. സോ നമ്മൾ ആ മൈനസ് ഇട്ട് കൊടുക്കണം. പിന്നെന്താ ഇവിടെ ഉള്ളത്? ബി ഇൻറ്റു ഡി. ബി ഇൻറ്റു ഡി എന്താണ്? ബി ഡി. ഇനി എന്താ ഉള്ളത്? പ്ലസ് 2ac പ്ലസ് 2bd. അങ്ങനെ നമ്മളിവിടെ എടുത്ത് എഴുതി. ഇനി അടുത്ത പരിപാടി എന്താണ്? നമ്മൾ ലൈക്ക് ടേംസ് ഉണ്ടോ എന്ന് നോക്കണം. എ സി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഇതാ ഇവിടെയുണ്ട്, ഇതാ ഇവിടെയുണ്ട്. ഓക്കെ, അപ്പം ലൈക്ക് ടേംസിനെ നമുക്ക് ഒരുമിച്ചെടുത്ത് എഴുതാം. എ സി പ്ലസ് എ സി. ഇനി നമുക്ക് എ ഡി ദാ ഇവിടെയുണ്ട്, ദാ ഇവിടെയുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, സെയിം വേരിയബിളും ഡിഫറെൻറ്റ് സൈനും ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഇവിടെ എ ഡി, ഇവിടെ എ ഡി. കോഫിഷ്യൻ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും 1, ഇവിടെയും 1. അപ്പോൾ സെയിം കോഫിഷ്യൻ്റ്, സെയിം വേരിയബിൾ, ഡിഫറെൻറ്റ് സൈൻ ആണെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇനി അടുത്ത് ബി സി. ഇവിടെയും ബി സി ഉണ്ട്, ഇവിടെയും ബി സി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും ഈ പറഞ്ഞ കണക്ക് തന്നെയാണ്. സെയിം വേരിയബിൾ, സെയിം കോഫിഷ്യൻ്റ്, ഡിഫറെൻറ്റ് സൈൻ കട്ട് ചെയ്തു. അടുത്തത് ഇവിടെ മൈനസ് ബി ഡി ഉണ്ട്, ഇവിടെ മൈനസ് ബി ഡി ഉണ്ട്, ഇവിടെയും ബി ഡി ഉണ്ട്. അതായത് ബി ഡി വരുന്ന ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ അത്രയൊന്നും എടുത്ത് ഒരുമിച്ച് എഴുതാം. മൈനസ് ബി ഡി പ്ലസ് 2bd. ഓക്കെ, ഇനി 2ac ഒരിടത്തും കൂടി ഉണ്ടായിരുന്നല്ലേ, മിസ് കണ്ടില്ല. അതായത് ഇതുണ്ട് എ സി, ഇവിടെ ഉണ്ട് എ സി, ഇവിടെയുണ്ട് എ സി ഉള്ളത്. അപ്പോൾ 3 എണ്ണം ഉണ്ടായിരുന്നു. ഓക്കെ, അത് 3 ഒരുമിച്ച് എഴുതണം. ഇനിയിപ്പോൾ നമുക്ക് 2ac ആദ്യമേ കൊടുക്കാം. വിട്ടുപോകരുത് കേട്ടോ, ഇത് നമുക്ക് കറക്റ്റ് ചെയ്ത് എഴുതിക്കണം. അങ്ങനെ ലൈക്ക് ടേംസിൻ്റെ കാര്യമൊക്കെ തീർന്നു. ഇനി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാം പ്ലസ് സൈൻ ആണ് എ സിയുടേത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒന്നുമില്ലെങ്കിൽ 1, ഇവിടെ ഒന്നുമില്ലെങ്കിൽ 1. സോ 2 + 1 3, 3 + 1 4ac. ഓക്കെ, ഇനി അടുത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ രണ്ടിടവും മൈനസ് സൈൻ ആണ്. അപ്പോൾ 2 മൈനസ് സൈൻ വന്നാൽ കോഫിഷ്യൻ്റ് തമ്മിൽ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യണം. അതായത് ഇവിടെയും 1 ഉണ്ട് കോഫിഷ്യൻ്റ്, ഇവിടെയും 1 ഉണ്ട്. അപ്പോൾ ഈ നമ്പേഴ്സ് തമ്മിൽ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 2 കിട്ടും. സൈൻ എന്താ കൊടുക്കേണ്ടത്? മൈനസ് സൈൻ. അപ്പോൾ മൈനസ് 2bd. ഓക്കെ, ഇനി ഇവിടെ എന്തുണ്ട്? ബാലൻസ് പ്ലസ് 2bd. ഇതാ നോക്കേ, സെയിം വേരിയബിൾ, സെയിം കോഫിഷ്യൻ്റ്, ഡിഫറെൻറ്റ് സൈൻ. എന്ത് ചെയ്യും? കട്ടായിപ്പോവും ബാലൻസ്. അപ്പോൾ എന്താ ഉള്ളത്? 4ac. ഇത്രയും വലിയൊരു ക്വസ്റ്റ്യന് ഇത്രയും കുഞ്ഞ് ആൻസർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. x + y × 2x + y + x + 2y × x - y. എങ്ങനെ ചെയ്യേണ്ട മക്കൾസ്? ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ. അതായത് നമ്മൾ ഈ എക്സ് കൊണ്ട് ആരെ കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യണം? സെക്കൻഡ് ബ്രാക്കറ്റായി 2x + y. അപ്പോൾ x × 2x + y. ഇനി ഇവിടെ ഫസ്റ്റ് ബ്രാക്കറ്റിൽ ആരുണ്ട്? ബാലൻസ് പ്ലസ് y. അതിനെ കൊണ്ട് നമ്മൾ വീണ്ടും ഈ സെക്കൻഡ് ബ്രാക്കറ്റിന് കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യണം. കണ്ടോ? പ്ലസ് അതേപോലെ തന്നെ ഇവിടെയും എക്സ് കൊണ്ട് സെക്കൻഡ് ബ്രാക്കറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യണം. കണ്ടല്ലോ? ദെൻ ഇവിടെ ബാലൻസ് എന്താ ഉള്ളത്? പ്ലസ് 2y. ഈ 2y കൊണ്ട് നമ്മൾ സെക്കൻഡ് ബ്രാക്കറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യണം. ക്ലിയർ? ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എക്സ് കൊണ്ട് ഈ ബ്രാക്കറ്റിലുള്ള 2 ടേമിനെയും ഇൻറ്റു ചെയ്യണം. അതായത് x × 2x, ദെൻ ഇവിടുത്തെ പ്ലസ് സൈൻ, ഇതേ എക്സ് കൊണ്ട് വൈന. അപ്പോൾ x × y പ്ലസ് അടുത്തത് y കൊണ്ട് ആരെ ഇൻറ്റു ചെയ്യും? 2xനെ. ദെൻ ഇവിടെ എന്തുണ്ട്? പ്ലസ് സൈൻ, ഇതേ y കൊണ്ട് തന്നെ yനെയും ഇൻറ്റു ചെയ്യും. അപ്പോൾ y × y പ്ലസ് അടുത്തത് x കൊണ്ട് ആരെ ഇൻറ്റു ചെയ്യണം? xനെ. ദെൻ ഇവിടുത്തെ സൈൻ എന്താണ്? മൈനസ്, ഇതേ x കൊണ്ട് ആരെ ഇൻറ്റു ചെയ്യണം? yനെ. ഓക്കെ, പ്ലസ് ഇതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താണ്, തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്സ് എഴുതിയാൽ അത്രയും നല്ലത്. ഇനി 2y കൊണ്ട് നമ്മൾ ആരെ മൾട്ടിപ്ലൈ ചെയ്യണം? എക്സിനെ. ദെൻ ഇവിടുത്തെ എന്താണ്? മൈനസ്, ഇതേ 2yനെ കൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്യണം? yനെ. ഓക്കെ,
ഇനി എക്സ് ഇൻറ്റു ടു എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 2x² പ്ലസ് എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ് xy പ്ലസ് വൈ ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ എന്താണ് 2xy പ്ലസ് വൈ ഇൻറ്റു വൈ എന്താണ് y² പ്ലസ് എക്സ് ഇൻറ്റു എക്സ് എന്താണ് x² മൈനസ് എക്സ് ഇൻറ്റു വൈ എന്താണ് xy പ്ലസ് 2y ഇൻറ്റു എക്സ് നമുക്ക് എങ്ങനെ എഴുതാം 2xy എന്ന് എഴുതാം മൈനസ് 2y ഇൻറ്റു വൈ എന്താണ് 2y². ഇനി ലൈക്ക് ടേംസ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെയുണ്ട് x²ൻ്റെ ടേം, ഇവിടെയുണ്ട് x²ൻ്റെ ടേം, വേറെ ഇല്ലല്ലോ. ഓക്കെ, അത് രണ്ടും കൂടി അടുപ്പിച്ച് എഴുതാം 2x² പ്ലസ് x². പിന്നെ xyയുടെ ടേം ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. പക്ഷെ നോക്കേ, സെയിം വേരിയബിൾ സെയിം കോഫിഷ്യൻ ഡിഫറെൻറ്റ് സൈൻ കട്ടായിപ്പോയി. ഇനി ഇവിടെ 2xy ഉണ്ട്, ഇവിടെയും 2xy ഉണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് എന്തെടുത്തെഴുതാം, ഒരുമിച്ച് എടുത്തെഴുതാം 2xy പ്ലസ് 2xy. രണ്ടിനും പ്ലസ് സൈനാണ്, അപ്പം കട്ട് ചെയ്ത് കളയാനൊന്നും പറ്റൂല. പിന്നെ ഇവിടെയും y²ൻ്റെ ടേം ഉണ്ട്, ഇവിടെയും y²ൻ്റെ ടേം ഉണ്ട്. അപ്പോൾ അതും നമുക്കെടുത്ത് ഒരുമിച്ച് എഴുതാം. ഓക്കെ, നമുക്ക് എഴുതാം. എങ്ങനെ വരും നോക്കാം ആൻസർ. പക്ഷെ എഴുതിയപ്പോൾ മിസ് ഒരു കാര്യം തെറ്റിച്ചു വെച്ചു. കണ്ട, മിസ്സിന് എന്തൊരു ശ്രദ്ധക്കുറവാന്ന് നോക്കിക്കോണം. -2y² ആണ്, മിസ് ഇവിടെ പ്ലസ് എഴുതി വെച്ചു. ഓക്കെ, -2y². സയൻസ് ശ്രദ്ധിച്ചോണം, മിസ്സിനെ കണക്ക് ചെയ്യരുത് കേട്ടാ, തെറ്റിപ്പോവും. അപ്പോൾ ഇവിടെ x²ൻ്റെ സൈഡിൽ ആരും ഇല്ലെങ്കിൽ ആരുണ്ട് 1 ഉണ്ട്. സോ 2 + 1 എന്ത് കിട്ടും 3x² പ്ലസ് ഇവർ തമ്മിൽ ആഡ് ചെയ്യാമല്ലോ, സെയിം വേരിയബിൾ ലൈക്ക് ടേംസ് ആണ്. സോ 2 + 2 എന്ത് കിട്ടും 4xy. ദെൻ ഇനി ഇവർ തമ്മിൽ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഡിഫറെൻറ്റ് സൈൻസ് ആണ്. സോ നമ്പേഴ്സ് തമ്മിൽ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒന്നുമില്ലെങ്കിൽ ആരുണ്ട് 1. സോ 2 - 1 1 കിട്ടും, 1 കിട്ടും. പിന്നെ നമ്മുടെ വേരിയബിൾ എന്താണ് y². പക്ഷെ നമ്മൾ y² എന്ന് എഴുതുമോ, ഇല്ല, നമ്മൾ y² എന്ന് എഴുതിയാൽ മതി. ഓക്കെ, സൈൻ എന്തിട്ട് കൊടുക്കും, ഡിഫറെൻറ്റ് സൈൻ ആണെങ്കിൽ നമ്പേഴ്സ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ഗ്രേറ്ററിൻ്റെ സൈൻ വേണം ഇട്ട് കൊടുക്കാൻ. ഗ്രേറ്റർ നമ്പർ ഏതാണ് 2, അതിൻ്റെ സൈൻ എന്താണ് മൈനസ്. സോ ഫൈനൽ ആൻസർ എന്താണ് 3x² പ്ലസ് 4xy മൈനസ് y². ഓക്കെ, ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ്, അത് അടുത്ത വീഡിയോയിൽ ആ ക്വസ്റ്റ്യൻസുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.